എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനലിൽ ഇക്വഡോറിനെ തകർത്ത് അർജന്റീന സെമിയിലേക്ക് മുന്നേറിയിട്ടുണ്ട്. ഇപ്പോഴിതാ കാനറിപ്പടയുടെ ഊഴമാണ്. കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് കളമൊരുക്കാൻ ബ്രസീൽ നാളെ കളത്തിലിറങ്ങുന്നു. ഇന്ത്യൻ സമയം ജൂലൈ 7 പുലർച്ചെ 6:30 തുടങ്ങുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ യുറുഗ്വയാണ് കാനറിപ്പടയുടെ എതിരാളികൾ. ഡോണിമൽ ജൂനിയർ നയിക്കുന്ന ബ്രസീൽ വളരെ കരുത്തുറ്റ ഒരു പ്രകടനം തന്നെയാണ് ഈ ഒരു ലീഗ് സ്റ്റേജിലുടനീളം കാഴ്ചവെച്ചത്. ഒട്ടും മോശമല്ല യുറുഗ്വായും. വളരെ മികച്ച പ്രകടനത്തോടു കൂടി ഗ്രൂപ്പ് സിയിലെ ചാമ്പ്യന്മാരായിട്ടായിരുന്നു ക്വാർട്ടർ ഫൈനലിന് വളരെ രാജകീയമായ ഒരു വരവ് തന്നെയാണ് യുറുഗ്വായ് നടത്തുന്നത്. സോ ബ്രസീൽ വേഴ്സസ് യുറുഗ്വായ് ക്വാർട്ടർ ഫൈനൽ മാച്ച് പ്രിവ്യൂയിലേക്ക് സ്വാഗതം. നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ 7 രാവിലെ പുലർച്ചെ 6:30 എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ഈ ഒരു കോപ്പ അമേരിക്കയിലെ ഏറ്റവും ത്രില്ലിംഗ് പോരാട്ടം, കരുത്തരായ ബ്രസീലിൻ്റെയും യുറുഗ്വായിൻ്റെയും ക്വാർട്ടർ ഫൈനൽ പോരാട്ടം തുടങ്ങാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ബ്രസീലും ഉറുഗ്വായും രണ്ട് കരുത്തുറ്റ ടീമുകൾ തന്നെയാണ്. അതോടൊപ്പം ഈ ഒരു കോപ്പ അമേരിക്ക ലീഗ് സീസണിലടക്കം വളരെ സ്ഥിരതയാർന്ന പ്രകടനമാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എസ്പെഷ്യലി ബ്രസീലിലേക്ക് വരികയാണെങ്കിൽ സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഇല്ലാഞ്ഞിട്ട് പോലും വളരെ മികച്ച പ്രകടനം തന്നെയാണ്. ആദ്യ മത്സരത്തിൽ ഗോളുകൾ അടിക്കാൻ സാധിക്കാതെ പോയ കാനറിപ്പട തൊട്ടടുത്ത മത്സരത്തിൽ ഗോളുകളുടെ വിരുന്നൊരുക്കിയാണ് പിന്നീട് അങ്ങോട്ട് മികച്ച പ്രകടനത്തോടു കൂടി ഡോണിമൽ ജൂനിയറിൻ്റെ സംഘം ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുന്നത്. അതിനാൽ തന്നെ ഒരു വ്യക്തമായ മേധാവിത്വം ഈ ഒരു സമയത്ത് ഇരു ടീമുകൾക്ക് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. ഇനി ബ്രസീലിനെ സംബന്ധിച്ചൊരു ശക്തമായ ഒരു സ്റ്റാറ്റ് തന്നെയുണ്ട് യുറുഗ്വായ്ക്കെതിരെ. കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിലെ നോക്കൗട്ട് മത്സരങ്ങളിൽ ഒന്നിൽ പോലും യുറുഗ്വായോട് ഇതുവരെ കാനറിപ്പടയ്ക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. സോ ചരിത്രം ആവർത്തിക്കാൻ തന്നെയായിരിക്കും ബ്രസീൽ ഇറങ്ങുന്നതെങ്കിൽ ചരിത്രം തിരുത്തി സെമിയിലേക്ക് കടക്കാനായിരിക്കും യുറുഗ്വായുടെ തന്ത്രം. നേരത്തെ ഗ്രൂപ്പ് സിയിലായിരുന്നു യുറുഗ്വായ് ലീഗ് സ്റ്റേജിൽ കളിച്ചത്. ഗ്രൂപ്പ് സിയിൽ കളിച്ച 3 മത്സരങ്ങളിലും വിജയിച്ചു 9 പോയിൻറ്റോടുകൂടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടായിരുന്നു ക്വാർട്ടർ ഫൈനലിലേക്ക് യുറുഗ്വായ് എത്തുന്നത്. ബ്രസീലിനെ സംബന്ധിച്ച് ഗ്രൂപ്പ് ഡിയിലെ ആദ്യ മത്സരത്തിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗോൾ രഹിത സമനിലയായിരുന്നു. അതിനുശേഷം ഗ്രൂപ്പ് ഡിയിൽ കൊളംബിയയ്ക്ക് താഴെ 2ാം സ്ഥാനക്കാരായിട്ടാണ് ബ്രസീൽ ക്വാർട്ടർ ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കിയിട്ടുള്ളത്. ഇനി ഇരു ടീമുകളുടെ ലൈനപ്പിലേക്ക് വരുവാണെങ്കിൽ ബ്രസീലിനെ സംബന്ധിച്ച് നാളത്തെ മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയർ കളിക്കില്ല. കഴിഞ്ഞ മത്സരത്തിൽ കൊളംബിയയ്ക്കെതിരെ അവരുടെ അവസാന മത്സരത്തിൽ യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ മൂലം വിനീഷ്യസ് ജൂനിയറിന് നിർണായകമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ബ്രസീൽ ജേഴ്സിയിൽ നഷ്ടമാകും. ഇനി ഇരു ടീമുകളുടെയും ഒരു സാധ്യത 11 എന്ന് പരിശോധിക്കാം. യുറുഗ്വായ് നിരയിൽ ഗോൾ കീപ്പർ സ്ഥാനത്ത് റാച്ചറ്റ് തന്നെ തുടരും. നാൻഡർ, അറൗജോ, ഒലിവറ, പിന്നെ ഉഗാർഡെ, വാൽവർഡെ, പെലിസ്ട്രി, ഡെലാക്രൂസ്, ഒലിവറ, ന്യൂനേറ എന്നിവനായിരിക്കും യുറുഗ്വായുടെ സാധ്യത 11 വരാൻ പോകുന്നത്. കാനറിപ്പടയിലേക്ക് വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വിനീഷ്യസ് ജൂനിയർ, സൂപ്പർ സ്ട്രൈക്കർ വിനീഷ്യസ് ജൂനിയറുടെ അഭാവത്തിൽ യുവതാരം എൻട്രിക്കായിരിക്കും അവരുടെ അറ്റാക്കിങ്ങിനെ നയിക്കാൻ എത്തുന്നത്. സോ ബ്രസീലിൻ്റെ സാധ്യത 11ലേക്ക് വരുവാണെങ്കിൽ ഗോൾ പോസ്റ്റിൽ ക്രിസ്ത്യൻ അലിസൺ, ഡാനിലോ, മിലിറ്റാവോ, മാർക്യൂനോ, അരാന, ഗൊമേറസ്, ഡാനിയൽ ഗോമസ്, റാഫീന, പക്വേറ്റ, റോഡ്രിഗോ, എൻട്രിക് തുടങ്ങിയ 3 അറ്റാക്കിംഗ് താരങ്ങളായിരിക്കും നാളെ ബ്രസീലിന് വേണ്ടി നിർണായകമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഡോണിമൽ ജൂനിയറിൻ്റെ സംഘത്തിൽ അണിനിരക്കാൻ പോകുന്നത്. ഇനിയും പെപ്പെ അടക്കമുള്ള താരങ്ങൾ ആ ഒരു ഡിഫൻസിലേക്ക് ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഡിഫൻസിൽ കാര്യമായ മാറ്റങ്ങൾ നാളത്തെ മത്സരത്തിൽ വരാൻ സാധ്യതയില്ല. സോ ഇതായിരിക്കും ഇരു ടീമുകളുടെയും നാളത്തെ സാധ്യത 11. ഇന്ത്യൻ സമയം പുലർച്ചെ 6:30 നിർണായകമായ ബ്രസീൽ യുറുഗ്വായ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടം തുടങ്ങാൻ പോകുന്നത്. സോ ഒരു ത്രില്ലിംഗ് പോരാട്ടം തന്നെ ആരാധകർക്ക് കാത്തിരുന്ന് കാണാൻ സാധിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.